ശശി തരൂരിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം പലപ്പോഴും ഇങ്ങനെ കോൺട്ര ആയിട്ടുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കഴിഞ്ഞ സമ്മേളനത്തിൻ്റെ സമയത്ത് പാർലമെൻറ്റിൽ പ്രതിപക്ഷം ഇങ്ങനെ ബഹളം ഉണ്ടാക്കുന്ന സമയത്ത് ഇത് വേണ്ട, നമുക്ക് ഡിസ്കഷൻ ഉള്ള സാഹചര്യം ഒരുക്കണം എന്നുള്ള രൂപത്തിൽ ശശി തരൂർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോൺഗ്രസിൻ്റെ നേതൃസ്ഥാനത്തേക്ക് മത്സരിക്കാൻ വേണ്ടി ഖാർഗെക്കെതിരെ മത്സരിച്ചൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇങ്ങനെ പല രൂപത്തിലും കോൺഗ്രസ്സിലെ ചില മുതിർന്ന നേതാക്കന്മാരെ തൃപ്തിപ്പെടുത്തുന്ന പ്രകടനമല്ല ശശി തരൂർ പലപ്പോഴും നടത്തുന്നത്. ശശി തരൂരിന് ഇതിലെന്തെങ്കിലും, അല്ലെങ്കിൽ കോൺഗ്രസ്സിൽ താൻ ഉദ്ദേശിക്കുന്ന ഒരു സ്ഥാനം കിട്ടുന്നില്ല എന്നോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വഴികൾ തേടണമെന്നുള്ള എന്തെങ്കിലും ഒരു ചിന്തകൾ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ടോ? അല്ല, അതിൽ ഡെഫിനറ്റ്ലി ആ ഒരു സാധ്യത അവിടെ കാണാതിരിക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, UN അണ്ടർ സെക്രട്ടറി ജനറൽ, അത് കഴിഞ്ഞിട്ട് നേരെ കേരളത്തിലേക്ക് വന്നിട്ട് ആദ്യമായിട്ട് MP. നമ്മൾ ആരും അത്രത്തോളം പരിചയമല്ലാതിരുന്ന, കേരളത്തിൽ മത്സരിക്കുമെന്ന് നമ്മൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാതിരുന്ന ഘട്ടത്തിലാണ് കോൺഗ്രസിൻ്റെ സെൻട്രൽ ലീഡർഷിപ്പിൻ്റെ ആശീർവാദത്തോടെ തിരുവനന്തപുരത്ത് അദ്ദേഹം മത്സരിക്കുകയും MP ആവുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹം നേരെ കേന്ദ്ര സഹമന്ത്രിയാവുന്നു അധികം വൈകാതെ. അപ്പോൾ എന്ന് വെച്ചാൽ പൊസിഷൻസ് അദ്ദേഹം എൻജോയ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ പൊസിഷൻസിൽ ഇരുന്നു കൊണ്ട് കാര്യങ്ങൾ ചെയ്യണം എന്നൊരു പക്ഷേ അദ്ദേഹം വിചാരിക്കുന്നുണ്ടാവും. ഇപ്പോൾ റീസെൻ്റായിട്ട് തിരുവനന്തപുരത്ത് നടന്നൊരു ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ അദ്ദേഹമായിട്ടുള്ളൊരു ഇൻട്രാക്ഷനിൽ അദ്ദേഹം ഈ പ്രേക്ഷകരുടെ അവിടെ സദസ്യരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ട് അദ്ദേഹം പറയുന്നത്, ഞാനിപ്പോൾ അധികാരത്തിലില്ല, അതുകൊണ്ട് നിങ്ങളെന്നെ അങ്ങനെ ബ്ലെയിം ചെയ്യരുത്, നിങ്ങൾ എന്നെ അധികാരത്തിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ഞാനിത് ഡെലിവർ ചെയ്യാം എന്ന് വെച്ചാൽ അദ്ദേഹത്തിനെ കുറിച്ചൊരു ഒരു കാഴ്ചപ്പാടുണ്ട്. ഐ ആം സപ്പോസ് ടു ബി ഇൻ പവർ, അല്ലെങ്കിൽ ഞാൻ പവറിലുണ്ടെങ്കിൽ എനിക്ക് പെർഫോം ചെയ്യാൻ കഴിയും എന്നൊരു തോന്നൽ അദ്ദേഹത്തിനുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും അദ്ദേഹം ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം ഒരു ഡെഫിനറ്റ്ലി ഒരു പൊസിഷൻ അദ്ദേഹം എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടാവും. അതിപ്പോൾ നാഷണൽ സിനാരിയോയിൽ അദ്ദേഹം ഒരുപക്ഷെ അത് കാണുന്നുണ്ടാവില്ല. നാഷണൽ സിനാരിയോയിൽ വേറൊരു പോസിബിലിറ്റി അദ്ദേഹം ചിന്തിക്കുന്നുണ്ടോ എന്നുള്ളത് ഇതുവരെ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒരു പൊസിഷൻ വെച്ചുകൊണ്ട് അദ്ദേഹം BJPയിലേക്ക് മാറിയൊരു പൊസിഷൻ സ്വീകരിക്കുമെന്ന് നമുക്ക് അസ്യൂം ചെയ്യാൻ പാകത്തുള്ള ഒരു സിഗ്നലും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല. പക്ഷേ അദ്ദേഹം സ്റ്റേറ്റ് പൊളിറ്റിക്സിൽ അദ്ദേഹം മറ്റു രീതിയിൽ ചില താല്പര്യങ്ങൾ അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല ഐഡിയോളജിക്കലി നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരിക്കലും അങ്ങനെ രാജിയാകുന്ന ആളുമല്ല. ഐഡിയോളജിക്കലി നോക്കുകയാണെങ്കിൽ അദ്ദേഹം രാജിയാകുന്ന ഒരാളുമല്ല. BJP ആയിട്ട് രാജിയാകുക എന്ന് പറയുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ച് ഐഡിയോളജിക്കലി അത് പ്രയാസമുള്ള കാര്യം. അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സ്, അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ ഒക്കെ നമ്മൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമുക്കൊരിക്കലും അത് ഐഡിയോളജിക്കലി അദ്ദേഹം രാജിയാകും എന്ന് നമുക്ക് ഇപ്പോൾ വിശ്വസിക്കാൻ വയ്യ. മറ്റെന്തെങ്കിലും മറ്റെന്തെങ്കിലും കാരണങ്ങൾ വന്നില്ല എങ്കിൽ അത്രേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം വെച്ചാൽ പലതരത്തിൽ ED, ഇൻകം ടാക്സ്, അങ്ങനെ പലതരത്തിലുള്ള സംഗതികൾ വെച്ചുകൊണ്ട് ആളുകളെ മാറ്റുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടുപിടിക്കും. ഇപ്പോൾ തൽക്കാലം ഒന്നും അദ്ദേഹത്തിൻ്റെ മുമ്പിലില്ല. ഇതിനേക്കാൾ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ നേരിട്ട സമയത്ത് പോലും അദ്ദേഹം മാറിയിട്ടില്ല. അതുകൊണ്ട് ഇനി മാറും എന്ന് നമ്മൾ വിശ്വസിക്കുന്നത് ഈ ഘട്ടത്തിൽ അത്ര റെലവൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആസ്പിറേഷൻസ് ഉണ്ടാവും. ഞാൻ എൻ്റെ പൊട്ടൻഷ്യൽ അനുസരിച്ചുള്ളൊരു പൊസിഷനിലല്ല ഇരിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് തോന്നാം. അതുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ സ്റ്റേറ്റ് പൊളിറ്റിക്സിൽ ചില താല്പര്യങ്ങൾ പ്രകടിപ്പിച്ചത് നമ്മൾ കണ്ടതാണ്. അദ്ദേഹം സ്റ്റേറ്റ് ലീഡർഷിപ്പിലേക്ക് വരാൻ താല്പര്യം പ്രകടിപ്പിച്ചു. അങ്ങനെ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ടോ എന്ന് തോന്നിയപ്പോൾ തന്നെ മറ്റു ഭാഗത്തുനിന്ന് വലിയ എതിർപ്പുണ്ടായി. ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു സ്പേസ് ഇൻവെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവും. ഒരു പോസിറ്റീവ് പൊളിറ്റിക്സ് മുൻപോട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ കേരളത്തിൽ അതിന് മാർക്കറ്റ് ഉണ്ടാകാം എന്ന് അദ്ദേഹം ചിന്തിക്കുന്നുണ്ടാവും. കാരണം കംപ്ലീറ്റ് നെഗറ്റീവ് പൊളിറ്റിക്സാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 2021 എന്തുകൊണ്ട് കോൺഗ്രസ് തോറ്റു എന്നുള്ളതിൻ്റെ ഒരു ഉത്തരം എന്ന് പറയുന്നത് കംപ്ലീറ്റ് നെഗറ്റീവ് പൊളിറ്റിക്സ് അവർ പ്ലേ ചെയ്തു എന്നുള്ളതിൻ്റെ ബാക്കി കൂടിയായിരുന്നു. കേരളം അങ്ങനെ ഇത് ബൈ ചെയ്യുന്നില്ല. ഇപ്പോൾ മുൻകാലത്ത് നെഗറ്റീവ് പൊളിറ്റിക്സ് ബൈ ചെയ്തിരുന്ന പോലെ കേരളം ഇത് ബൈ ചെയ്യുന്നത്. കേരളം ബൈ ചെയ്യാത്തതിൻ്റെ കാര്യം പുതിയ ജനറേഷനാണ്, അവർക്ക് പുതിയ കാഴ്ചപ്പാടാണ്, അതുകൊണ്ട് അവരത് ബൈ ചെയ്യുന്നില്ല എന്ന് നമുക്ക് വേണമെങ്കിൽ കണക്കാക്കാം. അപ്പോൾ അദ്ദേഹം അതൊരു പക്ഷേ മനസ്സിലാക്കുന്നുണ്ടാവും. കാരണം അദ്ദേഹം പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ആളാണ്, പുതിയ സംഗതികൾ വായിക്കുന്ന ആളാണ്, പുതിയ ജനറേഷനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ നെഗറ്റീവ് പൊളിറ്റിക്സിന് ഇടമില്ല എന്ന് അദ്ദേഹം ഒരുപക്ഷെ മനസ്സിലാക്കുന്നുണ്ടാവും. അപ്പോൾ അദ്ദേഹം കേരളത്തെ സംബന്ധിച്ചും നരേന്ദ്രമോദി ട്രംപ് കൂടിക്കാഴ്ചയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ പറയാൻ ശ്രമിക്കുന്നത് ഇതിനെ ഒരു പോസിറ്റീവ് ഔട്ട്ലുക്കിൽ കാണൂ. ഈ രണ്ട് ആസ്പെക്റ്റിലുമുള്ള പോസിറ്റീവ് ഔട്ട്ലുക്കിൻ്റെ എന്താ പറയുക അവകാശം കോൺഗ്രസിനും UDFനുമാണ് എന്നായിരിക്കും ഒരുപക്ഷെ അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത്. അതിനി വരുന്ന ദിവസങ്ങളിൽ ഒരുപക്ഷെ നമുക്ക് കാണാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം ഉണ്ടാകുമെന്ന് ഒരുപക്ഷെ അദ്ദേഹം വിചാരിക്കുന്നുണ്ടാവും. അത് അദ്ദേഹം ആഗ്രഹിക്കുന്ന വിധത്തിലൊരു പൊസിഷനിലേക്കൊക്കെ അദ്ദേഹത്തെ നയിക്കും എന്നൊക്കെ അദ്ദേഹം കണക്ക് കൂട്ടുന്നുണ്ടാവും. ആ കണക്കൂട്ടിൽ ഒരുപക്ഷെ ഈ ഗ്രൗണ്ട് ലെവലിൽ പ്രവർത്തിക്കുന്ന
കോൺഗ്രസിൻ്റെയും UDF-ൻ്റെയും നേതാക്കൾക്ക് മനസ്സിലാകുന്നില്ല എന്നതായിരിക്കും ഇപ്പോൾ സംഭവിക്കുന്ന ഒരു കോൺട്രവേഴ്സി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.